بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودة فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون. സ്നേഹ ബഹുമാനമുള്ള സഹോദരന്മാർ, പല തവണ നാം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് നോമ്പ് എന്നത്. ഒന്നുകൂടി വിശദമായി അത് തന്നെ ചർച്ച ചെയ്യണമെന്ന പല സുഹൃത്തുക്കളുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരൽപ്പം വിശദീകരണത്തോടുകൂടി അത് തന്നെ വ്യക്തമാക്കുകയാണ്. ആചാരങ്ങളുടെ, അനുഷ്ഠാനങ്ങളുടെ മതങ്ങളാണ് നമ്മുടെ മുന്നിലുള്ള എല്ലാ മതങ്ങളും. ഇസ്ലാം മതം അടക്കമുള്ള സകല മതങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. പല ആചാരങ്ങളും പല മതക്കാരും കടമെടുത്തിട്ടുള്ളത് അതിനു മുൻപ് കഴിഞ്ഞുപോയ മതങ്ങളിൽ നിന്നാണ് എന്നത് പഠനത്തിന്റെയും പരിശോധനയുടെയും ഫലമായി നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഇന്ന് നിലവിലുള്ള എല്ലാ മതക്കാരും അവരവരിലേക്ക് വന്ന പ്രവാചകരാണ് അന്ത്യപ്രവാചകരെന്നും അവരവരിൽ അംഗീകരിക്കുക, ആ അവരിലേക്ക് വന്ന പ്രവാചകന്മാരെ മാത്രം അംഗീകരിക്കുക എന്ന തത്വം സ്വീകരിച്ചവരാണ് ഇന്ന് നിലവിലുള്ള എല്ലാ മതവിശ്വാസികളും. നമുക്കറിയാം, ജൂതമതത്തിലേക്ക് വന്ന പ്രവാചകൻ ആയി അറിയപ്പെടുന്ന മൂസാ നബിയാണ് ജൂതന്മാരുടെ പ്രവാചകൻ. അതിനുശേഷം വന്ന ഈസാ നബിയെ അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചെറിയഭിഷേകം ചെയ്യുകയും വളരെ ഗുരുതരമായ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഈസാ പ്രവാചകനെ കുറിച്ച്. അപ്പോൾ ഒരു ജൂതനോട് നാം അന്വേഷിച്ചാൽ നിങ്ങളുടെ പ്രവാചകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഞങ്ങളുടെ പ്രവാചകൻ എന്നല്ല, ഞങ്ങളുടെ അന്ത്യപ്രവാചകൻ മൂസാ നബിയാണ്. ഞാൻ ചുരുക്കി മാത്രമേ അത്തരം കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇതേപോലെ അതിനുശേഷം നിലവിൽ വന്ന ഒരു മതമാണ് ക്രിസ്തുമതം. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്ന ഏക പ്രവാചകൻ ഈസാ നബിയെയാണ്. അവരോട് ചോദിച്ചാൽ നിങ്ങളുടെ പ്രവാചകൻ ആരാണ്? ഞങ്ങളുടെ പ്രവാചകൻ എന്നല്ല, ഞങ്ങളുടെ അന്ത്യപ്രവാചകൻ ഈസാ നബിയാണ്. അതിനുശേഷം വന്ന ഒരു മതമാണ് സ്വാബിഈ മതം. ഈ സ്വാബിഈകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നും മതമായി നിലകൊള്ളുന്നു. ഒരു മതമായി എല്ലാവിധ സൗകര്യത്തോടും ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി നിലകൊള്ളുന്നു. ഇറാഖിലെ മൊസൂളിലാണ് അവർ സ്ഥിരപ്രതിഷ്ഠ നേടിക്കൊണ്ട് ഒരു സമൂഹമായി കൂട്ടത്തോടുകൂടി ജീവിക്കുന്നത്. അവരും ഷിയാക്കളുമൊക്കെ വലിയ അടുത്ത ബന്ധമാണ്. അവരുടെ പുരോഹിതന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അവർ പോകാറുണ്ട്, വരാറുണ്ട്, ചർച്ചകൾ നടക്കാറുണ്ട്, നാം അത് കേൾക്കാറുണ്ട്, കാണാറുണ്ട്. അവരുടെ വിശ്വാസം യഹ്യ ബിൻ സക്കരിയ എന്ന് മുസ്ലിങ്ങളും ഖുർആനും അംഗീകരിക്കുന്ന യഹ്യ നബിയുടെ ആളുകളാണ്. അവർക്കുള്ള പ്രവാചകൻ, അവരുടെ അന്ത്യപ്രവാചകൻ യഹ്യയാണ്. യഹ്യ പ്രവാചകനെ അവതരിച്ച തത്വങ്ങളാണ് അവർ സ്വീകരിക്കുന്നത്. ഈസാ നബിയെ അവർ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല.
മൂസാ നബിയെ അവർ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇതേപോലെ മുഹമ്മദ് നബിയെ അവർ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവരുടെ ആചാരം 5 നേര നമസ്കാരം, 1 മാസം 30 ദിവസം നോമ്പ്, അവരുടെ ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ഒരു ഹജ്ജ്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ഗംഗം വെള്ളം, അതിൽ ഇറങ്ങണം, കുളിക്കണം, കുടിക്കണം. അതേപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മതസമൂഹങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ അവരുടേതായി അവർക്കുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഇന്ന് നിലവിലുള്ള എല്ലാ മതങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് സ്വീകരിക്കുന്നത് അവരുടെ മുൻപ് കഴിഞ്ഞുപോയ മതങ്ങളുടെ ഭാഗമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അവരിൽ നിന്ന് കടമെടുത്ത അതേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി അവർ നിലനിർത്തി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തിയാൽ, നിർവഹിച്ചാൽ മാത്രമേ ദൈവം പ്രസാദിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിലൂടെയാണ് ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾ അവർ സ്വീകരിച്ചു വന്നത്. നമുക്ക് പരിശോധിക്കാനുള്ളത്, ദൈവം തമ്പുരാൻ ഏത് ഭാഷയിൽ പറഞ്ഞാലും, അള്ളാഹു എന്നോ യഹോവ എന്നോ ഈശ്വരൻ എന്നോ ഏത് വാക്കിൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും, ഈ ഈശ്വരന് മനുഷ്യരോട് പറയാനുള്ളത് ലോകത്ത് നിങ്ങൾ സമാധാനത്തോടു കൂടി ജീവിക്കണം എന്ന് മാത്രമാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു കുഴപ്പവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മുഖേന യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല. സമൂഹത്തിൽ നിങ്ങൾ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള കഷ്ടപ്പാടുകൾ നീക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കണം എന്നാണ്. ഈ ആദർശങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ശീലമുള്ള ഒരു വാക്കായതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ആ വാക്കിന്റെ അർത്ഥം പ്രവചിക്കുന്നവൻ എന്നാണ്, മുൻകൂട്ടി പ്രവചിക്കുന്നവൻ. സത്യത്തിൽ പ്രവാചകൻ എന്നല്ല പറയേണ്ടത്, മറിച്ച് പ്രചാരകൻ എന്നാണ്. സത്യദർശനങ്ങൾ പ്രചരിപ്പിക്കുന്നവൻ പ്രചാരകൻ. അത് ചെറിയൊരു മാറ്റം വരുത്തി പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ മാറ്റമല്ല അവിടെ സംഭവിക്കുന്നത്, മറിച്ചൊരു വലിയ തത്വമാണ് അട്ടിമറിക്കപ്പെടുന്നത്. നാളെ നടക്കുന്ന സംഭവങ്ങൾ ചില ആളുകൾക്ക് പറയാൻ സാധിക്കും. എങ്ങനെ? ഒരു നിഗമനത്തോടു കൂടി ഇങ്ങനെ നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഇത് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, നടക്കാം, നടക്കാതിരിക്കാം. കാലാവസ്ഥാ പ്രവചനം പോലെ തന്നെ നാളെ മഴ പെയ്യും എന്ന് പറഞ്ഞാൽ ആ പറയുന്ന സമയം അല്ലെങ്കിൽ ആ സന്ദർഭം അല്ലെങ്കിൽ ആ സ്ഥലം, കാലത്തൊക്കെ വ്യത്യാസപ്പെടാം. അതൊരു നിഗമനമാണ്. അതുപോലെയും പറയാൻ കഴിയില്ല. കാരണം അത് ഒരു പക്ഷേ ഒരു പഠനത്തിന്റെ, ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് ആ പ്രവചനം. അത് കൂടുതലും 1 മണിക്കൂർ ഇടവിട്ടോ അതല്ലെങ്കിൽ സ്ഥലമൊരൽപ്പം മാറിയോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം നാളെ ഇന്ന സംഭവം നടക്കാൻ സാധ്യതയുണ്ടെന്ന ഇത്തരം പഠനങ്ങളുടെ, ഗവേഷണങ്ങളുടെ ഫലമായല്ലാതെ പറയുമ്പോൾ അതൊരിക്കലും അത് സാധ്യതയുള്ളതല്ല. ഒരു ഏറ് എറിയുന്നതാണ്. ഇങ്ങനെ ഒരു ഏറെറിയാൻ വന്നവരല്ല ഇപ്പറയുന്ന നബിമാർ അല്ലെങ്കിൽ ദൂതന്മാർ എന്നവർ, മറിച്ച് വ്യക്തമായ ഒരു ദിശയിലൂടെ, ഒരു മാനദണ്ഡത്തിലൂടെ കാര്യങ്ങൾ അറിയുകയും അല്ലെങ്കിൽ ഗ്രഹിക്കുകയും സമൂഹത്തിന്റെ നിലവിലുള്ള സ്ഥിതി പഠന വിധേയമാക്കുകയും ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരാൻ എന്തുണ്ട് മാർഗം എന്ന് ആലോചിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായി മനുഷ്യ രാശിയുടെ മുന്നോട്ടുള്ള നല്ല ഗമനത്തിന്, നല്ലൊരു പ്രയാണത്തിന് വേണ്ടി കടുത്ത ത്യാഗങ്ങൾ സഹിക്കാനും കൂടി തയ്യാറാകുന്നവരാണ് ദൂതന്മാർ. ഈ ദൂതന്മാർ ഉച്ചനീചത്വമുള്ളവരല്ല. അതോടൊപ്പം അവർ ഒരു മതത്തിന്റെ വക്താക്കളല്ല. മനുഷ്യർക്കിടയിൽ മതം എന്ന മതിലുകൾ ഉണ്ടാക്കിയവരല്ല. ഉണ്ടാക്കപ്പെട്ട മതിലുകൾ തകർത്തെറിയാൻ
ജീവിതകാലം മുഴുവനും പണിയെടുത്തവരാണ്. ഇതാണ് ഖുർആനികമാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ സമൂഹങ്ങളിലും ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇസ്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായി, ഇസ്ലാം മതമല്ല, ഇസ്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായി ആചാര അനുഷ്ഠാനങ്ങളെ പാടെ നിരാകരിക്കുകയും മറിച്ച് മാനവ സേവ ചെയ്യുവാൻ മനുഷ്യരെ പ്രാപ്തരാക്കുകയുമാണ് ഖുർആൻ ചെയ്തത്, ഇസ്ലാം ചെയ്യുന്നത്. നമ്മുടെ വിഷയവും അതുമായി ബന്ധമുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, കാലങ്ങളേറെയായി, നൂറ്റാണ്ടുകളേറെയായി റമദാൻ എന്ന അറബി കലണ്ടറിലെ, ഹിജറ കലണ്ടറിലെ 9-ാം മാസമായ ആ മാസം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ പകൽ സമയങ്ങളിൽ പട്ടിണി കിടന്ന്, അതേപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പട്ടിണി കിടത്തി ദൈവ സാമീപ്യം കൊയ്യാൻ, അതല്ലെങ്കിൽ അത് കൈക്കലാക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടി ആചരിക്കുന്ന ഒരാചാരം, അതാണ് നോമ്പ്. അതിന് തെളിവായി പറയുന്നത് ഖുർആനിലെ ചില സൂക്തങ്ങളാണ്. പ്രധാനമായും അതിൽ ഉപയോഗിക്കുന്ന ഒരു സൂക്തമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്, നമുക്ക് ഏവർക്കും പരിചയമുള്ളത്. ഖുർആൻ സൂറത്തുൽ ബഖറ, 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറ, അതിലെ 184 തുടങ്ങിയ 84 മുതൽ തുടങ്ങുന്ന സൂക്തങ്ങളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. സത്യത്തിൽ ഖുർആൻ അവിടെ നമ്മോട് പറയുന്നത് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെ, അരാജകത്വങ്ങളെ, അധർമ്മങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ഇപ്പറഞ്ഞ തരത്തിലുള്ള അനാവശ്യമായ ആചാരങ്ങളെ പാടെ പിഴുതെറിഞ്ഞുകൊണ്ട് സമൂഹ മനസ്സാക്ഷിയെ എങ്ങോട്ടുണർത്തണം, ഏത് ദിശയിലൂടെ കൊണ്ടുപോകണം, അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാനദണ്ഡം എന്ത്, ഇതാണ് ഖുർആൻ അവിടെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, നമുക്ക് പരിചയമുള്ള ഒരു അർത്ഥം വിശ്വാസികളെ എന്നാണ്. എന്ത് വിശ്വാസം, എന്താണ് ഈമാൻ? ഞാൻ കഴിഞ്ഞ ദിവസം വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾ കൊണ്ടാണെങ്കിലും ഞാൻ പറയുകയുണ്ടായി. ഖുർആനിലെ ഈമാൻ, അതിന്റെ ഓപ്പോസിറ്റ് പദം എന്ത്? ഖുർആനിലെ ഇസ്ലാം, അതിന്റെ ഓപ്പോസിറ്റ് പദം എന്ത്? ഈമാൻ എന്ന് പറയുന്നത് സുരക്ഷിതത്വം നൽകുന്ന ഒരു പ്രവൃത്തിക്കാണ്. ആമന എന്ന് പറയുന്നത് അഫ്അല വസ്നാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറബി ഭാഷയിൽ ഒരു വേർഡ് 2 തരമായിട്ടാണ് തിരിക്കപ്പെടുക. ഒന്ന് ലാസിം, 2 മുത്തഅദ്ദി. ലാസിം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി നടക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. ജലസ എന്ന് പറയുന്നത് പോലെ, ജലസ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ്. ഒരാൾക്ക് ഇരിക്കണമെങ്കിൽ മറ്റൊരാൾ വേണ്ടതില്ല, സ്വയം ഇരിക്കാം. അതേസമയം ഒരാളെ ഇരുത്തണമെങ്കിൽ ഇരുത്താൻ ഒരാൾ വേണം, ഇരിക്കാൻ മറ്റൊരാളും വേണം. അജ്ലസ. ജലസ എന്ന് പറയുന്ന വേർഡ് ലാസിമായ വർഗത്തിൽപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ലാതെ സ്വയം നിർവഹിക്കാവുന്നത്. മുത്തഅദ്ദി എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ സഹായമില്ലാതെ സംഭവിക്കാത്തത്. അപ്പോൾ അജ്ലസ, ഇരുത്തി എന്ന് പറയണമെങ്കിൽ ഇരിക്കാൻ ഒരാൾ വേണം, ഇരുത്താൻ മറ്റൊരാൾ വേണം. ഇതേപോലെ ആമന എന്ന് പറയുന്ന വാക്ക് വിശ്വസിച്ചു എന്നതിനല്ല, മറിച്ച് അന്ന് നൽകുക, സുരക്ഷിതത്വം നൽകുക. അപ്പോൾ നൽകാൻ ഒരാൾ വേണം, അത് സ്വീകരിക്കാൻ ഒരു സ്വീകർത്താവ് വേണം. അസ്ലമ, രക്ഷപ്പെടുത്തുക, സമാധാനം നൽകുക. അഹ്മന എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നൽകുക. അസ്ലമ എന്ന് പറഞ്ഞാൽ സമാധാനം നൽകുക. സമാധാനം നൽകാൻ ഒരാൾ വേണം, അത് സ്വീകരിക്കാൻ ഒരാൾ വേണം. സുരക്ഷിതത്വം നൽകാൻ ഒരാൾ വേണം, അത് സ്വീകരിക്കാൻ ഒരാൾ വേണം. അപ്പോൾ അഹ്മന അഥവാ ആമന അല്ലെങ്കിൽ അസ്ലമ പോലത്തെ വേർഡുകൾക്ക് അറബിയിലുള്ള പേര്, ഭാഷയിലുള്ള പേര് മുത്തഅദ്ദി എന്നാണ്.
അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ, സുരക്ഷിതത്വം നൽകുന്നവരെ. ഒന്നുകൂടി മലയാളി തിരിച്ചു പറഞ്ഞാൽ സമാധാന സുരക്ഷാദായകരെ. നിങ്ങൾ ഈ ഖുർആനിന്റെ തത്വങ്ങൾ അറിഞ്ഞും കേട്ടും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും നിങ്ങൾ ഇപ്പോൾ ഏത് അവസ്ഥയിലെത്തി? മറ്റുള്ള ആളുകൾക്ക് സുരക്ഷ നൽകുന്ന ആ പരുവത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനത്തെ സമാധാനദായകരെ, കുതിബ അലൈക്കും അസ്സിയാമു, സിയാം എന്നത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, കടമയാക്കപ്പെട്ടിട്ടുണ്ട്. കടമയാണ്, ഉത്തരവാദിത്തമാണത്, കർത്തവ്യമാണത്. എന്താണ് സിയാം? അത് ഏതുപോലെ നിങ്ങൾക്ക് മാത്രമാണോ? അല്ല, പൂർവ സമൂഹങ്ങൾക്കും കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സമൂഹങ്ങൾക്കും ഈ സിയാം നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ പോരാ, അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. രേഖ, അതാണ് കതബ എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക. കുതിബ എന്നതിനെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വിധം നിങ്ങളുടെ മേൽ അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സംഭവം ചെറുതല്ല, ഗൗരവമുള്ളതാണ്. പക്ഷെ എന്താണെന്നാണ് അറിയേണ്ടത്. അസ്വിയാം, തടുത്തു നിർത്തുക, തടയിടുക. തടയിടൽ, തടുത്തു നിർത്തൽ, ഒരു മതിൽ കെട്ടൽ. എന്തിനെതിരെയാണ്? എന്തിനെയാണ് തടുത്തു നിർത്തുന്നത്? എന്തിനെതിരെയാണ് തടയിടുന്നത്? ആ തടയിടാൻ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാർഗം എന്ത്? അതിന്റെ തത്വം, അതിന്റെ ഏത് ഒരു മാർഗത്തിലൂടെയാണ് തടയിടേണ്ടത്? അതിനാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ യാ അയ്യുഹല്ലദീന ആമനു, സമാധാനദായകരെ, സുരക്ഷ നൽകുന്നവരെ, കുതിബ അലൈക്കും അസ്സിയാമു, ഈ ഒരു തടുത്തു നിർത്തൽ, ഈ ഒരു തടഞ്ഞു നിർത്തൽ നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻപുള്ള സമൂഹങ്ങളുടെ മേൽ ഇത്തരം ഒരു തടയിടൽ, ഇത്തരം ഒരു തടഞ്ഞു നിർത്തൽ നിർബന്ധമാക്കപ്പെട്ടിരുന്നത് പോലെ, നിയമമാക്കപ്പെട്ടിരുന്നത് പോലെ. എന്തിനു വേണ്ടിയാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഒരു സൂക്ഷ്മതയുള്ള ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി. ഇതൊന്നും ആളുകൾക്ക് മനസ്സിലാവാത്ത രൂപത്തിലാണ് പറയാറുണ്ട്. നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. അവിടെ പോയി. ആരാ മുഅ്മിന്? എല്ലാവർക്കും അറിയാം. താടിയും തലയൊക്കെട്ടുള്ളവരാണ് വലിയ മുഅ്മിന്, നിസ്കാരത്തിനുള്ളവരാണ് പിന്നുള്ള മുഅ്മിന്. അപ്പൊ അതൊക്കെ അങ്ങനെ മനസ്സിലാക്കപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങളെ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടി. എന്തിനു മനസ്സിലായി? ചില ഖുർആൻ പരിഭാഷ വായിച്ചാൽ ഒരു മുസ്ലിം മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുമ്പോൾ തുവാഫ് ചെയ്യണം. എന്തിനു മനസ്സിലായി? ഒരു മുസ്ലിം അറബിയാണ്, മക്കത്ത് പോയി, അറബിയാണ് മക്ക. ഹജ്ജ് ചെയ്താൽ അതും അറബിയാണ് ഹജ്ജ്. തുവാഫ് ചെയ്യണം, അതും അറബിയാണ്. എന്തെങ്കിലും മനസ്സിലായി? ആടങ്ങാടി പോയ പോലെ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കപ്പെട്ടതും മനസ്സിലാക്കി തന്നതും അങ്ങനെയാണ്. ലഅല്ലക്കും തത്തഖൂൻ, കുറ്റമറ്റ ഒരു ജീവിതം നിങ്ങൾ നയിക്കാൻ വേണ്ടി. അതെങ്ങനെയാണത്? എങ്ങനെയാണ് ആ ഒരു സംഭവം? അതായത് നമ്മുടെ മുന്നിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്, ഒരുപാട് അപകടങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത്, മറ്റു മാർഗങ്ങളില്ല. ഈ മാർഗങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ തടുക്കണം, ഏതിനെയൊക്കെ നിങ്ങൾ തടയിടണം? സുഗമമായ നിങ്ങളുടെ ആ യാത്രക്ക് നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങളും മാനദണ്ഡങ്ങളുമേത്? അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന നയമേത്? അങ്ങനെ തടയിടാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടുന്ന ആശയമേത്? ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ലഅല്ലക്കും തത്തഖൂൻ. ഇത്തഖ എന്ന് പറഞ്ഞാൽ
സസൂക്ഷ്മം മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു മാർഗം, അത് സ്വീകരിക്കുക. അയ്യാമൻ മഅദൂദാത്ത്, എപ്പോഴാണ് ഇതിനെ നിങ്ങൾ തടയിടേണ്ടത്? ഏതാണ് അതിന്റെ ഘട്ടം? നിശ്ചിതമായിട്ടുള്ള ഒരു ഘട്ടമാണ്. എപ്പോഴെങ്കിലും തടയിട്ടാൽ ആ തട നമുക്ക് ഫലപ്രദമാകില്ല, ഉപകാരപ്രദമാകില്ല. ചില കായലുകളിൽ മീൻ പിടിക്കാൻ വേണ്ടി ചില നാട്ടിലെന്താ പറയാന്നറിയില്ല, മീനെ കിട്ടാൻ വേണ്ടി ഇടുന്ന ചില തടസ്സങ്ങളും തടയവും. അത് എപ്പോഴെങ്കിലും ഇട്ടാൽ പോരാ. വെള്ളം കയറുന്ന അല്ലെങ്കിൽ വെള്ളം വേറെ എങ്ങോട്ടെങ്കിലും പോകാത്ത അവിടെ തന്നെ കെട്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മാത്രമേ അത് ഉപയോഗിച്ചാൽ ഫലപ്രദമാവുകയുള്ളൂ. അപ്പൊ നമുക്ക് തടുക്കേണ്ടുന്ന മാർഗങ്ങൾ, സ്വീകരിക്കേണ്ടുന്ന മാർഗങ്ങൾ എപ്പോ സ്വീകരിക്കണം? എപ്പോഴെങ്കിലും സ്വീകരിച്ചാൽ പോരാ, അതിനൊരു പീരിയഡ് ഉണ്ട്. ആ പീരിയഡിലാണ് ചെയ്യേണ്ടത്. ഇനി ഒന്നുകൂടി വിശദീകരിക്കും. ഫമൻ, ഇതാണ് നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിട്ടുള്ളത്. ഫമൻ കാന മിൻകും, ഈമാനിൽ ഉള്ള, നേരത്തെ പറഞ്ഞ ആ സുരക്ഷ ചെയ്യണം, അത് അത്യന്താപേക്ഷിതമാണ് എന്നൊക്കെ മനസ്സിലാക്കിയ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായി. അത് 2-3 തരത്തിലുണ്ടാകാം അത്തരം ഒരവസ്ഥ സംജാതമാകാൻ. ഒന്നുകിൽ അതൊരു രോഗത്തിന്റെ അടിസ്ഥാനത്തിലാകാം. രോഗം കൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്ന രോഗങ്ങൾ മുഴുവൻ ഖുർആൻ അടിമുടി നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില തലവേദനയെ പറ്റിയോ പനിയെപ്പറ്റിയോ ജലദോഷത്തെ പറ്റിയോ അല്ല ഖുർആൻ സംസാരിക്കാറുള്ളത്. ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്. ആ രോഗത്തെ ചികിത്സിക്കേണ്ടെന്ന് ആ ബാധ്യത അവർ ചെയ്യാത്തത് കാരണം ഫസാദഹുമുല്ലാഹു മറദൻ, ആ രോഗം സ്വാഭാവികമായും മൂർച്ഛിച്ചു. അപ്പോൾ മനുഷ്യന്റെ ശരീരത്തിന്റെ രോഗങ്ങളെ കുറിച്ചല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിലുള്ള ചില അസ്വസ്ഥതകളെ കുറിച്ചാണ് ഖുർആൻ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ തന്നെ അത്തരം രോഗങ്ങളുള്ളവരുണ്ട്. കുറെ കാലം ഖുർആൻ ആദർശമായി സ്വീകരിച്ച ആളുകൾ ഖുർആനിലൂടെ തന്നെ ഒരുപാട് സത്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ കുറെ കാലം ആചരിച്ചു എന്നതിന്റെ പേരിൽ അത് ഒഴിവാക്കാൻ പറ്റാത്ത എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാനൊന്ന് കൂടുതൽ പറയാതെ നിങ്ങൾക്കറിയാം, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സത്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഒരുപാട് അനുഭവമാണത്. മനസ്സിലാക്കിയ സത്യങ്ങൾ പലപ്പോഴും പലതും തുറന്നു പറയാൻ പറ്റാത്തൊരു ഗതികേടിലാണ് എന്നെപ്പോലെയുള്ള ആളുകൾ ഉള്ളത്. അത് ഏത് രൂപത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും അതാണ് സംഭവം, സത്യം അതാണ്. അത് തുറന്നു പറയുകയാണ്. കാരണം സത്യത്തിന് അത്രത്തോളം മൂർച്ചയുണ്ട് സുഹൃത്തുക്കളെ. സത്യം വളരെ അതിഗംഭീര മൂർച്ചയുള്ള സാധനമാണ്. ആ മൂർച്ചയുടെ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകൾ പല നിലക്കും പ്രതികരിച്ചു പോകും. സത്യം അതാണ്. അതിന്റെ ആദ്യഘട്ടം വളരെ ഭീകര സ്വഭാവമുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പല നിലക്കും കൊള്ളും. അപ്പോൾ മനസ്സിലാക്കിയ സത്യങ്ങൾ മുഴുവനും വിളിച്ചു പറയാൻ പറ്റാത്ത ഒരു ഗതികേട് പലപ്പോഴും സംജാതമാകുന്നുണ്ട്. മനസ്സിലാക്കിയ ഏവർക്കും പെട്ടെന്ന് ഉൾക്കൊള്ളാവുന്ന സത്യങ്ങൾ പോലും പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇത് എവിടെയതിന്റെ പ്രശ്നം? ഫീ ഖുലൂബിഹിം മറദുൻ. ഒരുപാട് കാലം ഖുർആൻ വിശ്വാസിയായി നടന്നോണ്ടൊന്നൊരു കാര്യമില്ല. കാരണം നമ്മൾ എവിടെ എത്തണം എന്നറിയോ? ഇന്നലെ വരെ നമ്മൾ ചെയ്തതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മറിച്ച് ആ ചെയ്യുന്നതിന് അടിസ്ഥാനമുണ്ടോ, ആധികാരികതയുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ബോധ്യപ്പെട്ടാൽ, അങ്ങനെ ആ ബോധ്യപ്പെടുത്താനുള്ള യാത്രയിൽ അത് നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നലകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് വീണ്ടും അത് നെഞ്ചോടടുപ്പിച്ച് പിടിക്കാൻ നമുക്ക് കഴിയാൻ പാടില്ല.
എത്ര കാലത്തെ പഴക്കം അതിനുണ്ടെങ്കിലും നമുക്കത് വലിച്ചെറിയാൻ സാധിക്കണം. ഇതാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ കുറവല്ല മനുഷ്യർക്കുള്ളത്, മറിച്ച് മനുഷ്യന്റെ ശരിയായ റൂട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഗതികേടാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫമൻകാന മിൻകും മരിയുവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗിയായാൽ, കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ, കാര്യങ്ങളെ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു ദുരവസ്ഥ, ഇതിനേക്കാൾ വലിയ രോഗമെന്താ? തലവേദന ചികിത്സിച്ചാൽ മാറും, പനി അതിനുള്ള മരുന്ന് കഴിച്ചാൽ മാറും. പക്ഷേ ദൈവീക ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ഭാഷയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടും എന്നാലും ഈ അസുഖം മാറാൻ കുറച്ച് പണിയുണ്ട്. അതിനവൻ ഒന്ന് ഒരുമ്പെട്ട് ഇറങ്ങുക തന്നെ വേണം. ഇങ്ങനത്തെ ഒരു അസുഖം നിങ്ങളെ ബാധിക്കുന്നുവെങ്കിൽ ഔ അലാ സഫരിൻ, അസുഖത്തിന്റെ കാര്യമല്ല, മറിച്ച് അങ്ങോട്ട് എത്തിയിട്ടില്ല, അത് സ്വാഭാവികമാണ്. കാരണം ദൂരം ഏറെയുണ്ട്. നാം യാത്ര തുടങ്ങിയിട്ട് കാലം ഏറെയായി, യാത്ര തീർന്നിട്ടില്ല. 100 കിലോമീറ്റർ കഴിഞ്ഞ് കിട്ടേണ്ടുന്ന സാധനം 10 കിലോമീറ്ററിൽ തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കുന്നത് ശരിയുമല്ല. അപ്പോൾ 10 കിലോമീറ്റർ താണ്ടി 15ആയി, 20ആയി, അങ്ങനെ ദൂരങ്ങൾ താണ്ടുന്ന ഒരവസ്ഥയാണ്. അതിന്റെ എൻഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. ആ ഒരു അവസ്ഥയാണെങ്കിൽ മറ്റൊരു പീരീഡിൽ നിങ്ങൾ അതിന് തയ്യാറായാൽ മതി. തയ്യാറാവണം, പക്ഷെ തയ്യാറാവുന്നില്ല. ചില ആളുകൾ എന്താ പറയാറുണ്ട്, ചില ചർച്ചകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ആ ചർച്ച അങ്ങനെ മൂർധന്യത്തിലെത്തുമ്പോൾ പറയും, ഇനി മിണ്ടരുത്, ഇനി മിണ്ടിയാൽ ഞാൻ എന്തോ ആയിപ്പോ, അങ്ങനെ പറയുന്ന ഒരവസ്ഥ. നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം, ഇനി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്തോ ആയിപ്പോവും, ഇങ്ങനെ ഞാൻ നന്നാകാൻ നിങ്ങൾ കാരണമാകരുത്, ഇങ്ങനെ പറയുന്നത് ഘട്ടമുണ്ട്. എത്രയോ നാം സാക്ഷികളായിരുന്ന അത്ര ഘട്ടത്തിൽ. പക്ഷെ ഖുർആൻ പറയുന്നത് ഇത് സ്വാഭാവികമാണ്. ഇത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്നത് സ്വാഭാവികമാണ്. ദൈവമായ ഞാൻ അതിന് കുറ്റം പറയുന്നില്ല. അങ്ങനത്തെ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് എത്താത്ത ഒരു യാത്രാ പ്രശ്നമാണ് നിങ്ങളെ ബാധിച്ചിട്ടുള്ളതെങ്കിൽ മറ്റൊരു പീരീഡിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം, തയ്യാറാകണം. പക്ഷെ ഇത് അതിന് അപ്പരിപാടില്ല. അത് ശരി, ഇപ്പൊ ഇന്നലെ പറഞ്ഞൊന്നല്ല, എന്നാ പിന്നെ വിട്ടാണ്. എന്താണ് ശൈലി? ഈ ഘട്ടത്തിൽ എത്താൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഭാഗ്യമല്ല, അത് വലിയ സംഭവമാണ്. നമുക്ക് നമ്മുടെ വലിപ്പം നമുക്ക് അറിയാതെ പോകുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അക്കാദമിക്ക് വിവരം നേടിയത് കൊണ്ടാണോ ഈ ഇരിക്കുന്ന പലരും ഈ അവസ്ഥയിലെത്തിയത്? അല്ല, മറിച്ച് ഈ സത്യം ഉൾക്കൊള്ളണം എന്ന അതിയായ ആഗ്രഹമാണ്. അക്കാദമിക്ക് വിവരമുള്ള പലരും മാറി നിൽക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ആ ഹതഭാഗ്യരെ സംബന്ധിച്ചിടത്തോളം നാം ആരാണ്? അത്യുന്നത മേഖലയിൽ വ്യാപരിക്കുന്ന മഹാന്മാരാണ് നമ്മൾ. കാരണം നാം പേറേണ്ടതില്ലാത്ത ഭാരങ്ങൾ നാം നമ്മുടെ തലയിൽ നിന്ന് എന്നേക്കുമായി പിഴുതെറിയപ്പെട്ടു. നമുക്ക് സ്വസ്ഥത ഉണ്ടായിരുന്നു. വീട്ടിൽ, കുടുംബത്തിൽ, ഓഫീസിൽ, ജോലിസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ തലയിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടായിരുന്നു. സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യാൻ നമുക്ക് സാധിച്ചിരുന്നോ? ഇല്ല. സന്തോഷത്തിൽ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നോ? ഇല്ല. എന്താ കാര്യം? അപ്പോഴേക്ക് ചില ഭാരങ്ങൾ, ഏതാ ഭാരം ഞാൻ പറയണോ? അത്തരം ഭാരങ്ങൾ മുഹമ്മദ് നബി ഖുർആനിലൂടെ സ്ഥാപിച്ചെടുത്ത ഭാരം ചറക്കൽ. പ്രവാചകനെ ദൂതനായി നിയോഗിച്ചതിലൂടെ ഖുർആൻ ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ അല്ലാഹു ലക്ഷ്യം വെച്ചത് എന്താണ്? യുഹില്ലു ലഹും അത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്
وَيَضَعُ عَنْهُمْ إِصْرَهُمْ وَالْأَغْلَالَ الَّتِي كَانَتْ عَلَيْهِمْ. നല്ലതൊക്കെയും അവർക്ക് അനുവദിക്കുകയും ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവർ പേറി നടന്നിരുന്നു അന്നത്തെ ജനം. അതില് നല്ലതൊക്കെ അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർക്ക് അനുവദിക്കുകയും തിന്മകളൊക്കെയും അവരിൽ നിന്ന് വലിച്ചെടുക്കുകയും പിഴുതെറുകയും അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവരിലുണ്ടായിരുന്ന വെല്ലുകൾ, ചങ്ങലങ്ങൾ, ബന്ധനങ്ങൾ എല്ലാം അഴിച്ച് വലിച്ചെറിയുകയും ചെയ്യുകയാണ് പ്രവാചകൻ ചെയ്തത്. ആ ജോലി നമ്മിൽ പലരും ഏറ്റെടുത്തതിന്റെ ഫലമായി എതിർപ്പുകൾ, രൂക്ഷമായ വിമർശനങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അനുസ്യൂതം അത് തുടർന്നു. ആ തുടർന്നതിന്റെ ഫലമായി ഇന്ന് ഈ സുഖം അനുഭവിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മൾ മാത്രമല്ല, മറിച്ച് അറിഞ്ഞോ അറിയാതെയോ നിർബന്ധത്തിന് വഴങ്ങിയോ അതല്ലെങ്കിൽ ഒരുപാട് കേട്ടോ കണ്ടോ നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന, വീട്ടിലിരിക്കുന്ന ഭാര്യമാരും അതിന്റെ സുഖം അനുഭവിച്ചു. നമ്മോട് ഇന്നും ശത്രുതാ മനോഭാവത്തോടു കൂടി കഴിയുന്ന കുടുംബങ്ങൾ അതിന്റെ സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മോട് ഒരുപാട് എതിർപ്പുകളുള്ള സമൂഹവും ഇതിന് സുഖം അനുഭവിക്കുന്നു. അറിയാതെയാണെങ്കിൽ പോലും, അംഗീകരിക്കാതെയാണെങ്കിൽ പോലും. അതില്ലാതെ തന്നെ മറ്റുള്ള കുറെ ഭ്രാന്തികൾ തന്നെ തലയിൽ വെച്ച് ചുമന്നാൽ തന്നെ ഇഷ്ടം പോലെ എടുക്കാനും പുതക്കാനും വിരിക്കാനും എന്ന വിശ്വാസത്തിലായിരുന്നു. അല്ലെ? ഇപ്പൊ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയോ? പാവപ്പെട്ടവരുടെ സഹായം, കണ്ണീര് കണ്ടുകൊണ്ട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാതെ? ഇല്ല, സാധിക്കുന്നില്ല. നിങ്ങൾക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഒരിക്കലും കഴിയുകയില്ല. ഒരു പാവപ്പെട്ടവന്റെ ആ കഷ്ടപ്പാട് നാം അറിയുമ്പോൾ നമ്മുടെ നേർക്കുനേരെ എന്ന് പറഞ്ഞാലും ശരി, അല്ലാതെ നാം അറിഞ്ഞാലും ശരി, നമ്മുടെ ഒരു ഭാഗം അവിടെ കൊടുക്കുന്നു. എന്താ കാര്യം? മുമ്പത് വേണ്ടതില്ല, അതിനേക്കാൾ ഏറെ ഇവിടെ തന്നെ കിട്ടാനുണ്ട് എന്നൊരു വിശ്വാസമായിരുന്നു. അപ്പോ ആവശ്യമില്ലാത്ത ഭാരങ്ങൾ മുഴുവനും ഇറക്കി വെക്കുക, അത് നമ്മുടെ സമൂഹത്തിന്റെ അല്ല, സമുദായത്തിന്റെ പോരാ, സ്വന്തം കുടുംബത്തിന്റെ അല്ല, വ്യക്തിത്വത്തിന്റെ കൂടി ഭാരമൊഴിയാൻ സുഗമമായ ജീവിതത്തിന് ആവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്. ഇത് നാം തിരിച്ചറിഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് വഅലല്ലദീന യുതീഖൂനഹു, ഈ ഒരവസ്ഥയിൽ എത്തിയ ആളുകളുടെ കടമയാണ് എന്ത്? ഫിദിയത്തുൻ തുആമു മിസ്കീൻ. ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസ്ഥയിൽ എത്താത്തവൻ മിസ്കീനാണ്. ഈ ഒരു അത്യുന്നതമായ മേഖല സ്വീകരിക്കാൻ കഴിയാത്തവൻ, അല്ലെങ്കിൽ ആ മേഖലയിൽ എത്തിപ്പെടാതെ ഉള്ള ഒരാള് ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം മിസ്കീനാണ്, മഹാസാധുവാണ്. ആ സാധുവിന് തുആമ് ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. ആരുടെ? എന്റെയും നിങ്ങളുടെയും ഈ സത്യം മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരുവിന്റെയും ബാധ്യതയാണ്. ഈ ഭാഗം, ഈ സ്ഥാനം എത്തിപ്പിടിക്കാൻ കഴിയാത്ത വ്യക്തികൾക്ക്, ആളുകൾക്ക് ഇതിൽ നിന്നുള്ള തുആമ് കൊടുക്കുക എന്നത്. എന്താണ് ആ തുആമ്? അത് നമുക്കൊരു ബിരിയാണി പൊതി വാങ്ങിക്കൊടുക്കുന്നതല്ല, 1.5 കിലോ അരി കൊടുക്കുന്നതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഈ തുആമ് ഉണ്ടല്ലോ, ആ തുആമ് അവനും കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മള് കുട്ടികളെ, നമ്മുടെ സ്വന്തം കുടുംബത്തിലെ കുട്ടികളെ നാം ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെ കൊണ്ടുപോരാൻ പറ്റുന്ന കുട്ടികൾ നമുക്കുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരണം. ഇവിടെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ കുടുംബത്തിൽ ഒരു ശരിയായ മുസ്ലിം ഉണ്ടാകാൻ വേണ്ടി. എന്താ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഒരു സമാധാന പ്രേമി, ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരാള്, ഈ സമൂഹത്തെ ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു കുഞ്ഞ് നമ്മുടെ ശേഷം നമ്മുടെ കുടുംബത്തിൽ ബാക്കിയാകാൻ
ഹിന്ദു എന്ന് തരംതിരിച്ച് കാണിക്കുന്ന, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വേർതിരിച്ച് കാണുന്ന, അവർ ക്രിസ്ത്യാനികളാണെന്ന് വേർതിരിച്ച് മാറ്റിപ്പറയുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക്, നമ്മുടെ അയൽവാസികൾക്ക് നാം ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ഈ ത്വആമ് കൊടുക്കണം. ഇതിന്റെ ഒരു അംശമെങ്കിലും അവർക്ക് നാം എത്തിക്കണം. അതിന്റെ ഗുണം ആസ്വദിക്കുന്നത് ഈ സമൂഹം മൊത്തത്തിലായിരിക്കും. വമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹ്. കൂടുതൽ ചെയ്യാനാണ് സൗകര്യം ഒരാൾക്കെങ്കിൽ, അതിന് സാധ്യതയുണ്ടെങ്കിൽ, അതിന് തേടിപ്പിടിക്കാൻ ഒരവസ്ഥയുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. വഅൻ തസൂമു ഖൈറുൻ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ ഈ തടയിടൽ നിർവഹിക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. ഇൻ കുൻതും തഅലമൂൻ. നിങ്ങൾ കാര്യങ്ങൾ ഉള്ളുന്നവരാണെങ്കിൽ ഇതിന്റെ വിലയും ഗുണവും അതിന്റെ വലിപ്പവും നിങ്ങൾക്ക് മനസ്സിലാകും. ആളുകൾ പട്ടിണി കിടക്കുന്നവരെ പട്ടിണി മാറ്റലല്ല ഈ പറയുന്നത്. അത് തന്നെ വലിയൊരു പുണ്യാണ്. പട്ടിണി കിടക്കുന്നവരുടെ പട്ടിണി മാറ്റുക എന്നത് തന്നെ പുണ്യാണ്. ഒരാചാരം എന്ന നിലയ്ക്ക്, ഒരനുഷ്ഠാനം എന്ന നിലയ്ക്ക്, സ്വർഗം കിട്ടാൻ അത്യാവശ്യമാണ് എന്ന നിലയ്ക്ക് ഒരു സമുദായം മുഴുവനും പട്ടിണി കിടക്കുമ്പോൾ, ഇല്ല മക്കളെ, ഇങ്ങനെ ഒരു ആരാധനയില്ല, ഇങ്ങനെ ഒരു ആചാരമില്ല, പട്ടിണി കിടന്നതുകൊണ്ടും ഒരു ദൈവവും പ്രസാദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കാൻ സാധിക്കുക എന്നത് ഒരു വലിയ നേട്ടമാണ്. ആളുകൾ പട്ടിണി കിടന്നതുകൊണ്ട് നമുക്ക് പട്ടിണി കിടക്കുന്നവർ പട്ടിണി ഒഴിവാക്കിക്കൊണ്ട് അവരെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് കിട്ടാനുണ്ടോ? ഉണ്ട്. എന്താ കിട്ടാനുള്ളത്? സാമ്പത്തിക ശേഷിയാണോ? അല്ല. മറിച്ച് ആ സമൂഹത്തിന്റെ സുഗമമായ അവസ്ഥ, ആരോഗ്യത്തോടു കൂടി അവർ ജീവിക്കുന്ന അവസ്ഥ. എന്തെല്ലാം കഥകളാണ്, എന്തെല്ലാം ശാസ്ത്രങ്ങളാണ് ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് പറയാനുള്ളത്. പട്ടിണി കിടക്കൽ ശരീരത്തിന് വളരെ നല്ലതാണ്. ആര് പറഞ്ഞു? 24 മണിക്കൂറിൽ 18 മണിക്കൂർ രാത്രിയാകാത്ത സ്ഥലങ്ങളുണ്ട്, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ പറയാൻ വരുന്നതാണ്. അപ്പൊ ഇത് മുഴുവൻ കൂടി പറയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നിലവിലുള്ള അർത്ഥം റമദാൻ മാസത്തിലാണ്. ഇതിപ്പോ മനസ്സിലായോ? ഇപ്പൊ ഖുർആൻ അറിയാത്ത ഒരു വ്യക്തി ഒരു പരിഭാഷ കയ്യിൽ കിട്ടിക്കൊണ്ട് അയാൾ വായിക്കേണ്ട റമദാൻ മാസം. എന്താ റമദാൻ മാസം? ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. കുംഭമാസം എന്ന് പറഞ്ഞാലും അവന് മനസ്സിലാവും. കാരണം ഭാരതീയന് അതുകൊണ്ട് ഇംഗ്ലീഷിൽ സാധാരണ മാസം അവന് നോക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആയതുകൊണ്ട് ജനുവരി എന്നോ ഫെബ്രുവരി എന്നോ ഡിസംബർ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഒരു മലയാളി ചൊയ്യുള്ളത് കൊണ്ട് എന്താവും? കുംഭം, മീനം, ഇടവും പറഞ്ഞാലും മനസ്സിലാവും. റമദാൻ മാസം മനസ്സിലാവും. എന്താണ് റമദാൻ? റമദാൻ എന്ന് പറഞ്ഞാൽ കടുപ്പമുള്ള, വളരെ ചൂടുള്ള, നിർണായകമായ ഒരു ഘട്ടം. എന്തുകൊണ്ട് നിർണായകം? എന്തുകൊണ്ട് അസ്ഥിരത? എല്ലാം കൊണ്ടും ചൂടുപിടിച്ച അസഹിഷ്ണുത നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടം. മാനവികതയ്ക്ക് യാതൊരു വിലയുമില്ല, മനുഷ്യത്വത്തിന് യാതൊരു പരിഗണനയുമില്ല, മനുഷ്യന്റെ ജീവന് യാതൊരു വിലയുമില്ല, നീതിയില്ല, അരാജകത്വം ഉറഞ്ഞു തുളുമ്പുന്ന ഒരു കാലം. ആ ഒരു ഘട്ടം, ആ ഘട്ടത്തിലാണ് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ വായന നിങ്ങളിലേക്ക് അവതരിക്കുന്നത് എങ്ങനെ, ഏത് സ്വഭാവത്തോടുകൂടി ഹുദൻ ലിന്നാസ്, സർവ മനുഷ്യർക്കും വെളിച്ചം നൽകിക്കൊണ്ട്. എല്ലാവർക്കും, ആരൊക്കെയാണോ അസഹിഷ്ണുതയിലുള്ളത്,
മനുഷ്യാവകാശ ലംഘനത്തിലുള്ളത്, നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്, അനീതിക്ക് പാത്രമായിട്ടുള്ളത്, അങ്ങനത്തെ സകല മനുഷ്യരിലേക്കുമായി ഒരു വെളിച്ചവുമായി ഖുർആൻ ഈ വായന അവതീർണമാകുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാണ്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. നന്മയും തിന്മയും ഏതെന്ന് വളരെ വ്യക്തമായി വിവരിച്ചുകൊണ്ട്, സത്യവും അസത്യവും ഏതാണെന്ന് വരച്ചു കാണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ വായന, അതാണ് ഖുർആൻ, ഈ വായന നിങ്ങളിലേക്ക് അവതീർണമാകുന്നത് ഇത്തരം ഒരു ചൂടുപിടിച്ച മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്ന അനീതിയോടുകൂടിയും അക്രമത്തോടും കൂടിയും മാത്രം നീങ്ങുന്ന, നീതി എന്താണെന്നറിയാത്ത, മനുഷ്യത്വം എന്താണെന്നറിയാത്ത, അവകാശങ്ങൾ എന്താണെന്നറിയാത്ത ഇങ്ങനത്തെ ഒരു 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 പ്രത്യേക ഘട്ടം, ആ ഘട്ടത്തിലേക്കാണ് ഈ വായന അവതരിക്കുന്നത്. അതുകൊണ്ട് ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ, ഇത്തരം ഒരു ഘട്ടം, ആ ഘട്ടത്തിന് നിങ്ങൾ സാക്ഷികളായാൽ. എങ്ങനെ സാക്ഷിയാവോ? ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ആ അപകടം നടക്കുമ്പോൾ ഞാൻ അവിടെ സാക്ഷിയാണെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ അവിടെ ഒപ്പിട്ടിട്ടുണ്ടെന്നാണ്. എന്താണോ സാക്ഷി? എന്റെ അനുഭവമാണതെന്നാണ്. ആ സംഭവം നടക്കുമ്പോൾ ഞാൻ അതിന് സാക്ഷിയാണ്, എന്റെ അനുഭവമാണ്, എന്റെ കൺമുന്നിലാണ് അത് നടന്നത്. ഇത്തരം ഒരു അസഹിഷ്ണുതാപരമായ, മനുഷ്യത്വ ലംഘനമുള്ള, അനീതി പൂർണമായ, നീതി തൊട്ട് തീണ്ടാത്ത ഒരവസ്ഥ നിങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആ അവസ്ഥക്ക് മാറ്റം വരുത്താൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതിനെ അവർ തടയിടട്ടെ. മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത, നീതി സംജാതമാകാത്ത ഇങ്ങനത്തെ ഒരു ഘട്ടം നിങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ അത്തരം ഒരു ഘട്ടത്തെ പ്രതികരിക്കാൻ, അതിനെ നിങ്ങൾ അതിജയിക്കാൻ നിങ്ങൾ എന്ത് വേണം? അതിനെ തടയിടാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കണം. ഫല്യസുംഹു, അവിടെയും പറയും മൻകാന മരീദൻ ഔ അലാ സഫരിൻ. വീണ്ടും അത് പറയാം. അതിനെ അതിജയിക്കാൻ മാത്രമുള്ള ഒരു പ്രാപ്തി നിങ്ങൾക്കില്ല. അഥവാ നിങ്ങളിൽ അസുഖമുണ്ട്, നിങ്ങളിൽ രോഗമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലവേദനയോ പനിയോ അല്ല, മറിച്ച് നമുക്കിങ്ങനെ പോയാ പോരെ. നമ്മുടെ രാജ്യത്ത്, ഹർഷഭാരതം എന്നറിയപ്പെടുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്നിരുന്ന ചില ഉച്ചനീചത്വങ്ങളുണ്ട്, മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. നമ്മൾ മറന്നുപോയിട്ടില്ല. അത് മാന്യമായി വസ്ത്രം ധരിക്കാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതൊരു പാവപ്പെട്ടവനും പണക്കാരന്റെ മുന്നിൽ ഒച്ചാനിച്ചു നിൽക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടുണ്ട്. പാവപ്പെട്ടവർക്ക് എന്നും അവകാശങ്ങളും അവരുടെ നീതികളും നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത്തരം ഒരു ഘട്ടത്തിൽ എന്താ വേണ്ടത്? അതിന് വശംവദരായിരിക്കുന്ന ആളുകൾക്ക് പോലും അതിന് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ല പലർക്കും. അങ്ങനത്തെ ഘട്ടമുണ്ട്. ഇതാണ് രോഗം. അത് രോഗമാണ്. എന്നും അടിമയായി കഴിയുന്ന ഒരുത്തനോട് ചോദിക്കാൻ ഇങ്ങനെ മതിയോ, നിങ്ങൾക്ക് മതിയോ, ഇതൊന്നും മാറ്റം വേണ്ടേ, ഈ ഉടമകളിൽ നിങ്ങൾക്കൊരു മോചനം വേണ്ടേ എന്ന് ചോദിച്ചാൽ അതൊന്നും ഇപ്പൊ വേണ്ട, അതൊന്നും ഇപ്പൊ നടക്കൂല, നമുക്കിങ്ങനെ കഴിഞ്ഞു പോയാൽ മതി, അത് രോഗമാണ്. ഈ രോഗം നിങ്ങൾ ചികിത്സിക്കാതെ കൊണ്ടു നടക്കുകയാണോ വേണ്ടത്? അല്ല, ചികിത്സ തേടണം. അതല്ല, എത്തിയിട്ടില്ല, ഒറ്റയടിക്ക് അങ്ങോട്ട് അത് സാധ്യമല്ല, ഒറ്റയടിക്ക് കഴിയില്ല. അപ്പൊ പടിപടിയായി. പക്ഷെ പടിപടി 10ാം പടിയിലേക്ക് കയറണമെങ്കിൽ 1ാം പടി ചവിട്ടണം. 10ലേക്ക് എത്തണമെങ്കിൽ 9ഉം കഴിഞ്ഞാലേ എത്താൻ പറ്റൂ. അതിനെന്ത് വേണം? ആദ്യ പടി നിങ്ങൾ ചവിട്ടണം. സഫർ, യാത്രയിലാണ്. യാത്ര അവസാനിപ്പിക്കല്ല. യാത്ര നീ അവസാനിപ്പിക്കരുത്, തുടരട്ടെ അത്. അങ്ങനെ നിങ്ങൾ ഇതിന് റെഡിയാകാതിരുന്നാൽ, നിങ്ങൾ സ്റ്റഡിയാകാതിരുന്നാൽ ഒരിക്കലും ഈ അവസ്ഥക്ക് മാറ്റം വരില്ല. നിങ്ങൾ ഒരുങ്ങണം. കാരണം യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, ദൈവം തമ്പുരാൻ
നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. എളുപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രയാസമില്ലാതെ നല്ല പോലെ നിങ്ങളുടെ സുഗമമായ ഒരു ജീവിതമാണ് ദൈവം കാണുന്നത്, ദൈവം ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ, നിങ്ങളിപ്പോ പ്രയാസത്തിനാണ്, ഈ പ്രയാസത്തിൽ തുടരാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല. വലിത്തുക്കുമിലുൽ ഇദ്ദ, ഇത്തരം ഒരു ഒരുക്കങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പൂർത്തീകരിക്കലും അതിനു വേണ്ടിയും നിങ്ങൾ ഒരുങ്ങണം. ഇതൊക്കെ ദൈവത്തിന്റെ ലക്ഷ്യമാണ്. വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തശ്കുറൂൻ. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇത്തരം ഒരു ഈ അവസ്ഥയിലേക്ക് എത്തിയ ആളുകൾ അതിന്റെ പേരിലും എത്താനുള്ള ഒരു ചിന്ത ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിലുമൊക്കെ ദൈവത്തെ നിങ്ങൾ സ്മരിക്കണം. എങ്ങനെ ദൈവത്തെ സ്മരിക്കാം? ഏതെങ്കിലും മൂലയിൽ നിന്ന് വിക്രം സലാത്തും ചെല്ലലാണോ? അല്ല. ഈ ഒരു മാർഗങ്ങൾ നിർബാധം തുടരുക. നമ്മൾ രക്ഷപ്പെട്ടു ഇനി മിണ്ടാതിരിക്കല്ല, നമ്മുടെ കാര്യം കഴിച്ചിലായി, ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ല, ഇത് അങ്ങോട്ട് തുടരണം. ഇത് രാമരാജ്യം എന്ന് പറയുന്ന നമ്മൾ സാധാരണ പറയാതെ എന്ത് രാമരാജ്യം, ദൈവരാജ്യം എന്താണിത്? ഒരു കുഴപ്പമില്ലാതെ എല്ലാവർക്കും സുന്ദരമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ആരെയും പേടിക്കാതെ. ഇന്ന് നമ്മൾ പേടിച്ചാ ജീവിക്കുന്നത്. നമ്മൾ പറയും അറബ് നാട്ടില് അവിടെ രാജഭരണമാണ്, അവിടെ സ്വാതന്ത്ര്യമില്ല. എവിടെ ഇല്ലാത്തത്? എവിടെ നമ്മൾ സ്വാതന്ത്ര്യം ഇല്ല. നമ്മളൊക്കെ അടിമകളാണ് ഒരർത്ഥത്തിൽ. ആരുടെയൊക്കെയോ അടിമകളാണ്, ആരൊക്കെയോ ഉടമകൾ നമുക്കുണ്ട്, അല്ലേ? പക്ഷെ അത് മുഴുവനും തകർത്തെറിയണം. അത് തകർത്തെറിയാൻ ഈ ഒരു സുന്ദരമായ അനുപമമായ അതുല്യമായ ഈ ആദർശത്തിന് സാധിച്ചു. ആചാരങ്ങൾ നമുക്ക് എല്ലാ അർത്ഥത്തിലും വലിച്ചെറിയാൻ സാധിക്കണം, എല്ലാ അർത്ഥത്തിലും. മനസ്സിലായോ? പക്ഷെ പലർക്കും സാധിക്കാറില്ല. നിസ്സാരമായ കാര്യങ്ങൾ പോലും പലർക്കും സാധിക്കാറില്ല. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ആചാരങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. ഞാൻ ആ വിഷയം പറയുമ്പോൾ നീണ്ടുപോയാൽ പ്രധാന ഉദ്ദേശം നഷ്ടപ്പെടുന്നു കരുതിയിട്ട് അങ്ങോട്ട് പോവാത്തത്. ഇനി ഇതിന്റെ ബാക്കി പറയാനുള്ളത് ഉഹില്ലലക്കും ലൈലത്ത സിയാമി. ഇതൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സാധനം മനസ്സിലാവും. ഉഹില്ലലക്കും ലൈലത്ത സിയാമി. അല്ല, സിയാമ് ലൈലത്ത് തന്നെ ഇരുള്. അസിയാം നേരത്തെ പറഞ്ഞ ആ തടുത്ത് നിർത്തുന്ന ആ ഇരുള്, ആ ഒരു ഘട്ടമുണ്ടല്ലോ, ആ ഘട്ടത്തിൽ നിങ്ങൾ അനുവദനീയമായി കണ്ടു, അനുവദിക്കപ്പെട്ടു എന്നാണ് നിങ്ങൾ അങ്ങനെ അനുവദനീയമായി ആചരിച്ചു വന്നു. എന്ത്? അർറഫതു ഇലാ നിസാഇക്കും, നിങ്ങളുടെ അവശ വിഭാഗത്തോടുള്ള അവജ്ഞ, അവരെ മാറ്റി നിർത്തലും അവരെ ചെറുതായി കാണലും അവരെ ചെറുതാക്കലും അവരുടെ അവകാശങ്ങൾ നിഷേധിക്കലും അവരെ മാന്യമായി വിടാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു ചെറുതായി കാണൽ, അവരോടുള്ള ചൂഷണം, ഇതൊക്കെ നിങ്ങൾ ഒരു ഘട്ടത്തിൽ, നിങ്ങൾക്ക് വിവരമില്ലാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഇതൊക്കെ അനുവദനീയമായി നല്ലൊരു കാര്യമായും നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായതായും നിങ്ങൾ കണ്ടു. ദൈവം അനുവദിച്ചതല്ല. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുന്ന. ഈ അവശ വിഭാഗം നിങ്ങളോട് തോളോട് തോള് ചേർന്ന് നിൽക്കേണ്ടുന്നവരാ. നേരെ തിരിച്ചു. നിലവിലർത്ഥം അറിയാലോ. സ്ത്രീകൾ പെട്ടെന്ന് സ്ത്രീകളുടെ കയറി വരാം. അടുത്തൊന്നും സ്ത്രീകളില്ല. പെട്ടെന്ന് സ്ത്രീകളുടെ കയറി വരാം. നിസാവുക്കും ഹർസുല്ലക്കും, നിങ്ങളുടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വസ്ത്രമാണ്. ഫഹ്തു ഹർസക്കും മന്നാസികത്തും, മറ്റേ നിങ്ങൾ ഉദ്ദേശിച്ച സമയത്തും രൂപത്തിലും കോലത്തിലൊക്കെ നിങ്ങളെ സ്ത്രീകളെ നിങ്ങൾക്ക് സമീപിക്കാം. അതേപോലെ തന്നെ മറ്റേ ഉന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവിടെ വസ്ത്രമാണ്, അവർ നിങ്ങളുടെയും വസ്ത്രമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിസാ, സൂറത്തു നിസാ എന്ന് പറയുന്ന തന്നെ സമൂഹത്തിലെ അധകൃത വിഭാഗം അവരെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായമാണ്. എന്നും കാലാകാലങ്ങളിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹമാണ് ഈ അധകൃത വിഭാഗം, ഈ പാവപ്പെട്ടത്. അത് ആ പാവപ്പെടൽ ഏത് വിഷയത്തിലാണ്? പല നിലക്കുണ്ട്. ബുദ്ധിപരമായിട്ടുണ്ട്, ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടുണ്ട്. ഇന്നും ഈ നമ്മുടെ സൊസൈറ്റി അവരെ കാണുന്നത് എങ്ങനെ?
ഫറോവ എങ്ങനെ കണ്ടത് നിസായിനെ? ഉഖ്തുലു അബ്നാ അല്ലദീന ആമനൂ മഅഹു, മൂസയുടെ കൂടെയുള്ള ആൺമക്കളെ നിങ്ങൾ കൊന്നുകൊള്ളുക. വസ്തഹ്യൂ നിസാഅഹും, അവരുടെ നിസായിനെ നിങ്ങൾ വെറുതെ വിട്ടുകൊള്ളു. ആരാ നിസായി? ദുർബല ജനവിഭാഗം. അവരെ നിങ്ങൾ കൊല്ലണ്ട. കാരണം കൊല്ലാതെ തന്നെ അവര് കൊന്നുകിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. അല്ലാതെ ആണുങ്ങളെ കൊന്നിട്ട് പെണ്ണുങ്ങളെ ഒഴിവാക്കാൻ പെണ്ണുങ്ങളെ കൂട്ടത്തിലും ശക്തിയുള്ളവരില്ലേ? എല്ലാ പെണ്ണുങ്ങളും ദുർബലരാ. അപ്പൊ നോക്കൂ, നിങ്ങൾ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ്. അബന എന്ന് പറഞ്ഞാൽ നമ്മുടെ കരുത്തും ഒക്കെയുള്ള, മുന്നിൽ നിൽക്കാൻ പറ്റുന്ന കെൽപ്പുള്ളവർ. എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. അവനൊരു ആൺകുട്ടിയാന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ എല്ലാ ഭാഷയിലും ഉണ്ട്. അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാത്തിലും ഉണ്ട്. അറബികൾ ഇന്നും ചോദിക്കും നമ്മുടെ മുഖത്ത് നോക്കി, അന്ത റജാൽ, ഒരാണിന്റെ മുഖത്ത് നോക്കി ചോദിക്കണം, അന്ത റജാൽ, നിലവില്ലാത്ത എന്താ, ഈ പുരുഷനാണോ? അവരുദ്ദേശിച്ചത് അതല്ല, ഉദ്ദേശിക്കുന്നതും അതല്ല, മറിച്ച് നീ തന്റേടിയാണോ എന്നാ ചോദ്യം. തന്റേടിയാണോ എന്ന് ഇന്നും അറബികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ റിജാൽ എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കാൻ കെൽപ്പുള്ള, ആർജവമുള്ള, ശൗര്യമുള്ള ആളുകൾ. നിസാ എന്ന് പറഞ്ഞാൽ അവരെ അപേക്ഷിച്ച് കഴിവ് കുറഞ്ഞ ആളുകൾ. അപ്പൊ സൂറത്തു നിസാ എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ നമ്മൾ മാറ്റി നിർത്തേണ്ടുന്നവരല്ല, അവരോട് സ്വീകരിക്കേണ്ടുന്ന നയ പരിപാടികൾ വിശദീകരിക്കുന്ന അധ്യായം എന്നാണ് സൂറത്തു നിസാ. അപ്പോ ഉഹില്ലലക്കും ലൈലത്തെ സുയാമി, എന്തൊക്കെയാണ് നമ്മൾ തടഞ്ഞു നിർത്തേണ്ടത് എന്ന് പറയാണ്. വിവരമില്ലാത്ത ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാവപ്പെട്ട ആളുകളോട് ഒത്തുവാക്ക് പറയലും അവരെ ചെറുതാക്കലും അവഹേളിക്കലും അവരെ നിസ്സാരവൽക്കരിക്കലൊക്കെ അനുവദനീയമായി ഇത്രയും കാലം നിങ്ങൾ കണ്ടു. പക്ഷെ അത് വേണ്ട. ഈ വിഭാഗം ലിബാസുൻ ലക്കും, നിങ്ങളുടെ ലിബാസാണ്. ഇതാണ് പിൽക്കാലത്ത് ഡ്രസ്സിന് ലിബാസിന് പേര് വരാൻ കാരണം. കൂടെ നിർത്തേണ്ടവർ, അവരെ മാറ്റി പാർപ്പിക്കേണ്ടവരല്ല, കൂടെ നിർത്തേണ്ടവർ, വസ്ത്രം പോലെ കൂടെ നിർത്തേണ്ടവർ. അന്തും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. നിങ്ങൾ അവരുടെ കൂടെയും അവർ നിങ്ങളുടെ കൂടെയും എണപിരിയാതെ നിൽക്കണം. അത് അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും. ഇതൊക്കെ പോകുന്ന പോക്ക് വേറെയായിട്ടാണ് നിലവിലുള്ളത്. ഒരു ചിത്രം ഞാൻ ചെറുതായിട്ട് തരാം. അതായത് നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ ഭാര്യമാരുമായിട്ടുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഇതേവരെ പാടില്ലായിരുന്നില്ല. ഇങ്ങോട്ടാണ് നിലവിലുള്ള പരിഭാഷകൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അലിമല്ലാഹു, അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട് എന്തെന്ന്, അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ തന്നെ വഞ്ചിക്കുകയായിരുന്നു. തെറ്റാണ് എന്ന് അവർക്കറിയാം, എന്നാലും അവർ പ്രാപിക്കുകയും ചെയ്യും. തെറ്റാണെന്ന് വിശ്വാസമുണ്ട്, എന്നാൽ ഈ പ്രാപിക്കലുണ്ട്. അപ്പൊ നിങ്ങൾ ആത്മവഞ്ചന നടത്തുകയാണ് എന്ന് അള്ളാഹു മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയേണ്ടത്? പിന്നെ പഠിച്ചാൽ നിങ്ങളെ നിർത്തണം എന്നല്ലേ പറയേണ്ടത്. ഇതേവരെ നിങ്ങൾ സംസർഗം പാടില്ല എന്ന് വിശ്വസിക്കുകയും അത് ചെയ്യുകയും ചെയ്തു നോമ്പിന് രാത്രികളിൽ. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളത് നിർത്തിക്കോളൂ എന്നല്ല, ഫൽആന ബാസിലുഹുന്ന, മേലിലത് തുറന്നോളൂ എന്നാ പറയുന്നത്. ആ വഞ്ചന, നിങ്ങളുടെ വഞ്ചന അല്ലാഹു മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഫൽആന ബാസിലുഹുന്ന, ആ വഞ്ചന നിങ്ങൾ തുടർന്നോളൂ. നിലവിലുള്ള അർത്ഥം പറയുന്നത്. ഖുർആന്റെ അർത്ഥം ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ വസ്ത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടെ നിർത്തേണ്ടവരാണ്. വാന്തും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെ കൂടെയും നിൽക്കേണ്ടവരാണ്. അലിമല്ലാഹു, അല്ലാഹുവിന് അറിയാം എന്തെന്ന്, അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സൊസൈറ്റിയെ വഞ്ചിക്കുകയായിരുന്നു. നിങ്ങളുടെ സൊസൈറ്റിയാണല്ലോ ഇവർ. അവരെ വഞ്ചിക്കുകയായിരുന്നു. എങ്ങനെ വഞ്ചിക്കുന്നത്? അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചു. അവർക്ക് അവരുടെ അർഹമായ അംഗീകാരം നിങ്ങൾ അവർക്ക് കൊടുത്തില്ല. അവകാശങ്ങൾ നിഷേധിച്ചു. നീതിയിൽ നിങ്ങൾ പെരുമാറിയില്ല. ഇങ്ങനെയൊക്കെ നിങ്ങൾ അവരെ വഞ്ചിക്കുകയായിരുന്നു എന്ന് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് താബ അലൈക്കും, അതൊക്കെ കഴിഞ്ഞു. വഅഫ അൻകും, അതിന് മാപ്പുമായി. മേലാൽ ഇന്ന് മുതൽ ബാസിറൂഹുന്ന, അവരോട് നിങ്ങൾ മനുഷ്യത്വപരമായി പെരുമാറണം. ബശർ
ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനം ഖുൽ പ്രഖ്യാപിച്ചേക്കണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്ത മനുഷ്യനാണ്. ബാസിറൂഹുന്ന, മനുഷ്യത്വപരമായി പെരുമാറുക. ഇതിന് ബശർ എന്ന് പറയും. രോമത്തിനില്ല ഈ തൊലിക്ക്, മാർദ്ദവമുള്ള തൊലിക്ക് ബശർ എന്ന് പറയും. ഇങ്ങനെ മാർദ്ദവമായി നിങ്ങൾ സഹിഷ്ണുതയോടെ പെരുമാറണം. വബുതഹൂമാകതബല്ലാഹുലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ അന്വേഷിച്ചും പേടിയൊക്കെ പിടിക്കണം. പിന്നെ വകുലൂ വശ്റബൂ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നിലവിലെ അർത്ഥം പ്രഭാതത്തിലെ സുബഹി ബാങ്ക് കൊടുക്കൽ. ആ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വെളുത്ത നൂലും കറുത്ത നൂലും അഥവാ രാത്രിയും പകലും നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ ഇരുന്ന് ചാമ്പിക്കോളൂ എന്നാണ് നിലവിലുള്ള അർത്ഥം. നോമ്പിന്റെ രാത്രിയിലെ ഖുർആൻ പറയുന്നത് കുലു, നിങ്ങൾ ആസ്വദിക്കുക. വശ്റബൂ, നിങ്ങൾ അനുഭവിക്കുക. എവിടെന്ന്? ഇപ്പറഞ്ഞ ഈ ദർശനത്തിൽ നിന്ന് ആവോളം വേണ്ടോളം നിങ്ങൾ ആസ്വദിക്കുക, നിങ്ങൾ ഭുജിക്കുക. ഏതുവരെ? ഹത്താ യതബയ്യനലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. എന്താ വ്യക്തമാകേണ്ടത്? അൽ ഖൈത്തുൽ അബിയദ്, തെളിഞ്ഞ വെള്ളനൂല് അഥവാ സത്യം. സത്യം നിങ്ങൾക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെടണം. എന്തിൽ നിന്നാ ബോധ്യപ്പെടേണ്ടത്? മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത രേഖയുണ്ടല്ലോ, കറുത്ത രേഖയിൽ നിന്ന് വെളുത്ത രേഖ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് വരെ. അന്ധകാരത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചം ബോധ്യപ്പെടുന്നത് വരെ. ഈ ഉദയത്തിന്റെ, ഈ സൂര്യോദയത്തിന്റെ, ഈ അൽഫജ്റിന്റെ പിന്നെ രാത്രിയിലേക്ക് അഥവാ മൂടുന്നതിലേക്ക്, അന്ധകാരത്തെ മൂടുന്നതിലേക്ക് നിങ്ങൾ ഈ സുയാമിനെ തുടരണം. എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അന്ധകാരം മൂടുന്നത് വരെ ഈ നില നിങ്ങൾ തുടർന്നു കൊണ്ടുപോരണം. ചില ആളുകൾ ആ പഴയ ഇത് കിട്ടി അവിടെ നിന്ന് പോകുന്ന കുറച്ച് സത്യങ്ങൾ വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടതായി, അത് അത്ര വയ്യ, ഇവിടെ മതി, ഇവിടെ അങ്ങോട്ട് പോരാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോടാ പറയുന്നത് സുമ്മ അത്തിമുസ്യാമ ഇലല്ലയിൽ, അന്ധകാരത്തെ മൂടുന്നതിലേക്ക് ഈ ഒരു അവസ്ഥ നിങ്ങൾ തുടരണം, പൂർത്തിയാക്കണം. എവിടെയും വെച്ച് നിർത്തിക്കൂടാ. ولا تباشروهن وانتم عاكفون في المساجد. ഇതിന്റെ ഒരു പൂർത്തീകരണമൊക്കെ വരുന്നത് വരെ ഇതുകൊണ്ടുണ്ടാകുന്ന ആ സകല ഇതിന്റെ ഒരു പരിസമാപ്തിയിൽ ഉണ്ടാകുന്ന ഒരു നേട്ടമുണ്ടല്ലോ, ആ നേട്ടത്തെക്കുറിച്ചുള്ള ശുഭവാർത്ത നിങ്ങൾ പരിപൂർണമായും അവരെ അറിയിക്കരുത്. ആരെ? ഈ നിസാഹിനെ. ഇതൊരു ഒരു പോയിന്റിൽ എത്തണം. എത്താതിരുന്നാൽ ഇപ്പൊ നിങ്ങൾ ഈ നില തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ഇത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടി തിരക്കൂട്ടും ആരും. അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് അവരെ തന്നെ സ്വയം എത്തുന്നത് വരെ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചൊന്നുള്ള പരിപൂർണമായ സന്തോഷ വാർത്ത അവർക്ക് നിങ്ങൾ ഇപ്പോൾ നൽകരുത്. അത് സമയമാകുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ അത് സ്വമേധയാ അവർ അറിയും. കദാലിക യുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസി ലഅല്ലഹും യത്തഖൂൻ. അവർ ശരിയായ ദിശയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ദൈവം തമ്പുരാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായും സ്പഷ്ടമായും അറിയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, ഓരോ സമൂഹവും ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സിയാമ്. ഇതേപോലെ ഹജ്ജ്. സമൂഹത്തിലെ അധികൃത വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം. അവകാശങ്ങൾ പിടിച്ചു വെച്ചവരിൽ നിന്ന്
അത് അതിന്റെ അർഹരിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നാം നടത്തുന്ന പോരാട്ടം, അതാണ് ഹജ്ജ്. അതുല്യമായ രൂപത്തിൽ ജീവിതത്തിൽ ആ ഹജ്ജ് ഒരു പോരാട്ടം കണക്ക് ചെയ്തയാളാണ് മുഹമ്മദ് നബി. അതേപോലെ ഇബ്രാഹിം നബി, ഇങ്ങനെ ലോകത്ത് വന്ന സകല പ്രവാചകന്മാരും ഇത്തരം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആ ഹജ്ജ് നമ്മളും ചെയ്യണം. അത് എവിടെ ചെയ്യേണ്ടത്? എവിടെയാണോ പ്രശ്നം അവിടെ. മുക്കത്താണെങ്കിൽ അവിടെ, മക്കത്താണെങ്കിൽ അവിടെ. അല്ലാതെ മുക്കത്തുള്ളൊരു മക്കത്തേക്ക് പോയിട്ടല്ല, മക്കത്തുള്ളൊരു മുക്കത്ത് വന്നിട്ടുമല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ചിലപ്പം ഹജ്ജ് ചെയ്യേണ്ടി വരും, നാട്ടിൽ ചെയ്യേണ്ടി വരും, സമൂഹത്തിൽ ചെയ്യേണ്ടി വരും, സമുദായത്തിൽ ചെയ്യേണ്ടി വരും, സംഘടനയിൽ ചെയ്യേണ്ടി വരും. എന്നാൽ അവിടെ പോയിട്ടുള്ള കുട്ടികളുടെ കളി കല്ലേറും ബഹളമൊന്നുമില്ല. അപ്പൊ ഇത് ഈ സിയാമ്, ഈ സൗമ്, അതേപോലെ തന്നെ ഈ ഹജ്ജ്, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകേണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സർവശക്തനായ ഒരു സൃഷ്ടാവ് പറയാൻ, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ എങ്ങോട്ടെങ്കിലും വരണം. ഇതൊരു ഒരു ഒരു സങ്കുചിതത്വമുണ്ട്. മാത്രമല്ല, ഞാൻ ഇരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം തന്നെ ആരെങ്കിലും കണ്ടോ? അവിടെ പോയിട്ട് 78 തവണ പോയവരൊക്കെ ഉണ്ട്. 78 തവണ പോയിട്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടില്ല. കാരണം അല്ലാഹ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ദൈവം, ഈശ്വരൻ, സർവേശ്വരൻ, അല്ലാഹു എവിടെയും ഇരിക്കുന്ന, എവിടെയും ഇരുത്താൻ പറ്റിയ ഒരു സാധനമൊന്നുമല്ല. അത് ആദ്യമുണ്ടാകേണ്ടത് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അകത്തളങ്ങളിലാണ്. താനൊരു മനുഷ്യനാണെന്നും, താനൊരു സമൂഹ ജീവിയാണെന്നും, താനൊരു ഉത്തമ ജീവിയാകണമെന്നുമുള്ള ആഗ്രഹം തന്നെക്കുറിച്ച് താൻ മനസ്സിലാക്കുക. ഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളെ തന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഇങ്ങനെയുള്ള ആ ഉത്തമ ബോധ്യത്തിലേക്കും ആ ബോധത്തിലേക്കും നാം വന്നുകൊണ്ട് ഖുർആനിലെ സൗമ്, ഖുർആനിലെ സിയാമ് നാം പഠിക്കണം. ഖുർആനിലെ ഹജ്ജ് നാം പരിശോധിക്കണം. ഇങ്ങനെ ഇനി അടുത്ത തലമുറയെങ്കിലും ഈ കയത്തിൽ നിന്ന്, ഈ തീരാക്കയത്തിൽ നിന്ന്, ഈ വിഷത്തിൽ നിന്ന്, ഈ മായാവലയത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ സമൂഹത്തിന് മുന്നിൽ വ്യക്തമായ ഒരു അഭിപ്രായ ബോധത്തോടുകൂടി, വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു. നാമൊക്കെ പകുതിയെ ജീവിച്ചിട്ടുള്ളൂ മനുഷ്യരായിട്ട്. പകുതി മൃഗവുമല്ല, അതിനേക്കാളും അപ്പുറത്തെന്തൊരു ജീവിയായി നാം ജീവിച്ചു. എന്താ കാര്യം? ലക്ഷ്യബോധമില്ല, വെളിച്ചം കിട്ടിയില്ല, ഇരുട്ടിൽ ജീവിച്ചു. വെളിച്ചം വന്നപ്പോഴേക്ക് നമ്മുടെ ആയുസ്സിന്റെ സിംഹഭാഗം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഖേദിക്കണ്ട, കിട്ടിയത് തന്നെ നല്ല ഒരു കനകക്കട്ടയാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സിയാമ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരു മാസം പട്ടിണി കിടക്കലല്ല. സത്യത്തിൽ പട്ടിണിയൊന്നും ആരും കിടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞതുപോലെ പകലിൽ 10-13 മണിക്കൂർ പട്ടിണി കിടന്നതിന്റെ പലിശ സഹിതം സൂര്യൻ അസ്തമിച്ച ഉടനെ കയറ്റി വിടുന്നുണ്ട്. നിങ്ങളൊന്ന് അത് ബോധ്യപ്പെടാൻ നമ്മുടെ നിർബന്ധപൂർവം നമ്മുടെ വീട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും നോമ്പ് നോക്കുന്ന ആളുകളെ നോമ്പ് തുടങ്ങുന്നതിന് തലേ ദിവസം ഷുഗർ രോഗികളൊന്ന് പരിശോധിപ്പിക്കുക. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും പരിശോധിപ്പിക്കുക. ഷുഗറിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞിരിക്കല്ല. എന്തേ കാര്യം? നമ്മൾ സാധാരണ നോർമലി 3 നേരം ഭക്ഷണം കഴിക്കുന്നത്. ഞാനൊക്കെ ഇപ്പൊ അങ്ങനെ കഴിക്കാറില്ല, അതന്നെ കൂടുതലാണെന്നാണ് അഭിപ്രായം. പക്ഷെ ഏതായാലും രാവിലെ കഴിക്കാറുണ്ട്, ഉച്ചക്കും കഴിക്കാറുണ്ട്, രാത്രിയും കഴിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഫുഡ്. പക്ഷെ നമ്മൾ നോമ്പിന് കഴിക്കുന്നതോ, നോമ്പ് തുറക്കുന്നത് ഒന്ന്, അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ തുറക്കൽ തന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തുള്ള തുറക്കൽ, അത് കഴിഞ്ഞ് പിന്നെ അത് നോമ്പ് തുറക്കാനേ പറയുള്ളൂ. ഭക്ഷണം കഴിക്കാന്ന് പറയുന്നത് ഇതേവരെ കഴിച്ചത് എന്താണെന്ന് ചോദിക്കരുത്. നാട്ടിൽ കിട്ടാവുന്ന ഫ്രൂട്ട്സ് മുഴുവനും കൊത്തി നുറുക്കി ഉള്ള വെള്ളം മുഴുവനും കയറ്റി, അതൊന്നും ഫുഡല്ല, ഭക്ഷണം കഴിക്കലല്ല, അത് നോമ്പ് തുറക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഫുഡ് കഴിക്കൽ രണ്ടാമത്തത്. അത് കഴിഞ്ഞ് പിന്നെ കിടക്കാൻ നേരത്ത് അത്താഴം കഴിക്കൽ മൂന്നാമത്തത്. അത് അത്താഴമല്ല, മുത്താഴം. പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട്
നോമ്പ് നാളെ നോക്കാൻ വേണ്ടിയുള്ള അഡ്വാൻസ്, പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വാൻസ് ഡെപ്പോസിറ്റ്. അതിന് പറയുന്നതിന് അതാണ്, നാളെ പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്താൻ ഉള്ള അഡ്വാൻസ്. അത്താൾ എത്രയായി? 4 നേരം. ഇത് വെറുതെ പറയുന്നതല്ല. നോമ്പ് തുറക്കുന്നത്, നോമ്പ് തുറന്നതിന് ശേഷമുള്ള ഭക്ഷണം കഴിക്കല്, പിന്നെ നമ്മൾ കിടക്കാൻ നേരത്തുള്ള ഭക്ഷണം കിടന്നു കഴിഞ്ഞിട്ട് 4 നേരം. പിന്നെ വേറെ തടസ്സമൊന്നുമില്ലല്ലോ, ഇങ്ങനെ ചാമ്പിക്കൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ 4 ഉറപ്പാണ്. അപ്പൊ ഫുഡൊന്നും കുറയുന്നില്ല. ഇനി മറ്റൊന്ന്, ഫുഡ് കഴിച്ചതുകൊണ്ട് ഈ അർത്ഥത്തിൽ 10-14 മണിക്കൂർ നേരം വെള്ളം പോലും കുടിക്കാതെ പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് നല്ലതാണെന്ന് ബുദ്ധിയുള്ളവരാരും പറയില്ല. ഏറ്റവും ചുരുങ്ങിയത് വെള്ളമെങ്കിലും ആവശ്യമാണ്. ഇനി ഖുർആൻ നേരത്തെ പറഞ്ഞല്ലോ, കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. ഈ കമ വെറുതെ അലങ്കാരത്തിനിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഈ സുയാമ് നിർബന്ധമാക്കപ്പെട്ടത് കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുൻപുള്ള സമൂഹങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്ന് പറഞ്ഞാൽ കൃത്യമായും അതേ അളവിലും അതേ സ്വഭാവത്തിലായിരിക്കണം. ഈ ഖുർആൻ മുസ്ലിം മതക്കാരുടെ മുൻപേ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഇതേപോലെ ഒരു മാസം ഇതേ സ്വഭാവത്തിൽ ഒരു നോമ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് ചരിത്രം. നമ്മൾ ശ്രദ്ധിക്കേണ്ട. ജൂതന്മാർക്കില്ല, ക്രിസ്ത്യാനികൾക്കില്ല, സ്വാധീനങ്ങൾക്കുണ്ട്, ഒരുപാട് വ്യത്യസ്തതകളോട് കൂടിയിട്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ നമസ്കാരം, ജൂതന്മാരുടെ നമസ്കാരം, പ്രയർ ഓഫ് ജ്യൂഷ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾ നെറ്റിന്ന് കിട്ടും. സെയിം, ഒരു മാറ്റമില്ല. കുനൂത്തുണ്ട്, ഖുർആനോത്തുണ്ട്, ഇതേ ശൈലിയിൽ, അക്ഷരം മാത്രമേ മാറുന്നുള്ളൂ, ശൈലിയൊക്കെ തന്നെ. ഇതേപോലെ സ്വാധീനങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇതേപോലെ ഇമാമും ജമാഅത്തുമായിട്ട് നമസ്കാരം. എന്നാ മുസ്ലിങ്ങളല്ല, സ്വാധീനങ്ങളെ മുസ്ലിങ്ങളായിട്ട് മുസ്ലിങ്ങൾ കാണുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഷിയാക്കൾ പോലും മുസ്ലിങ്ങളല്ല, അല്ലല്ലോ. ഇതിനേക്കാൾ കൂടുതൽ നിസ്കാരം നോമ്പും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ ഷിയാക്കളായി പോയി എന്നതിന് പേര് അവർ മുസ്ലിങ്ങളല്ല. ഇറാഖിലിപ്പോ ഷിയാക്കളെ വെച്ചിട്ടല്ല അള്ളാഹു അക്ബർ എന്നിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അള്ളാഹിന്റെ പേരും പറഞ്ഞിട്ട് നിരത്തി ഇങ്ങനെ ഇരുത്തി കാലും കയ്യും കണ്ണും കെട്ടിയിട്ട് തെക്കിബീർ ചൊല്ലിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ മതമാണ്. ഇതാണ് മതം. ഇറാഖിൽ നടക്കുന്നത്, സിറിയയിൽ നടക്കുന്നത്, യമനിൽ നടക്കുന്നത്, ഈയിടെ സൗദിയിൽ നടന്നത്, ഇതൊക്കെ മതമാണ്. ഇസ്ലാമും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അടുത്ത ബന്ധം പോലുമില്ല, കേട്ടുകേൾവി പോലുമില്ല. മതം എന്നും ഇതാണ്. അക്രമങ്ങളുടെ പരമ്പര, അരാജകത്വങ്ങളുടെ ഘോഷയാത്ര, അനീതികളുടെ നീണ്ട നിര, ഇതൊക്കെയാണ് മതം എന്ന് പറയുന്നത്. ഈ മതം തകർക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ മുഴുവനും നിയുക്തരായത്. പക്ഷേ കാലക്രമേണ പ്രവാചകന്മാരുടെ തന്നെ അനുയായികളായി മാറിയവർ, അവർ ഏത് ഒരു മതം തകർത്തുവോ അത് വീണ്ടും സൃഷ്ടിക്കുകയും അതിന്റെ വക്താക്കളായി മാറുകയുമാണ് ഉണ്ടായത്. അതിന് സഹായം ചെയ്തുകൊണ്ട് ലോകത്തിലെ എല്ലാവിധ മേഖലകളിലുമുള്ള പുരോഹിതന്മാരും സജ്ജരായി. പക്ഷേ നമ്മുടെ ബാധ്യത ആ ഒരു പുരോഹിതന്മാരും അതേപോലെ അനുയായികളും തമ്മിൽ കെട്ടിപ്പടുത്ത പുനഃസ്ഥാപിച്ച അത്തരം മതിലുകൾ, മതമെന്ന മതിലുകൾ തകർത്തുകൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ ശാന്തി പ്രസ്ഥാനം, ശാന്തി മാർഗം, സമാധാന മാർഗം, മനുഷ്യരെ മതമെന്ന മതിലുകളിലൂടെ മാറ്റിത്തിരിക്കാത്ത, മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, ഏക സ്വഭാവമുള്ള, ഏക മനസ്സോടുകൂടി കാണുന്ന ആ ഒരു ദർശനം, ഇസ്ലാം, സമാധാനം, അത് സ്ഥാപിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും മുന്നിട്ടിറങ്ങുക. അതിന് മുന്നിൽ വരുന്ന എല്ലാവിധ തടസ്സങ്ങളും നാം സഹിക്കുക, നാം തകർക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഈശ്വരന്റെ മാർഗത്തിൽ പോരാടാൻ നാം ഏവർക്കും ദൈവം തമ്പുരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കാലം നിർത്തുന്നു. എല്ലാവർക്കും സലാമുൻ അലൈക്കും.